വിധേയർ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആരും സംഘടനയെ നയിക്കാനുണ്ടാകില്ല ആണുങ്ങളായിട്ട് എന്ന ട്രോള് നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എൻ്റേതായിട്ടല്ല, പലരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ ട്രോൾ ചെയ്ത ആളുകൾക്ക് ശരിയാണോ എന്ന് തോന്നുന്നത് പോലെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ മൊത്തം കാണുമ്പോൾ ഈ അലാക്കിൻ്റെ അവിലും കഞ്ഞി എന്ന് പറയും വടക്കോട്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ പറയും, ആകെപ്പാടെ ചളകുളമായിട്ട് നിൽക്കുകയാണെന്ന്. അതുപോലെയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. ഇപ്പോൾ ആരും നയിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊന്നും മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ള, ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. ജഗദീഷ് മാറിക്കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ നല്ല 10-35 വർഷമായിട്ട് സിനിമ മേഖലയിലുള്ള ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് വന്ന ആളാണ്. ഇത്രയും കാലം മലയാള സിനിമയിലെ ഇൻഡസ്ട്രിക്കൊപ്പം നടന്നതാണ്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടും മറ്റുമൊക്കെ അഭിനയിച്ചാണ്. ഈ സംഘടനക്കകത്ത് കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ അറിയുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രധാനപ്പെട്ടൊരു മോഹൻലാലൊക്കെ മാറി നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് കണ്ടിരുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല. ഇത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഒരു കാലത്ത് നല്ല സിനിമയൊക്കെ ഉണ്ടായിട്ട് പിന്നീട് പിന്നോട്ട് പോയിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഒരുപാട് പ്രായം ചെന്ന ആളുകൾക്ക് കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണിത്. അതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നത് ഇവർ എല്ലാ താരങ്ങളും ചേർന്നിട്ട് ഈ സ്റ്റേജ് ഷോയും മറ്റുമൊക്കെ നടത്തിയിട്ടും പല പരിപാടികളിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പദ്ധതികൾ മുടങ്ങിപ്പോകുമോ എന്ന ആശങ്ക അതിൽ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണുക. കാരണം ഇത്രയും 10-35 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണല്ലോ. ശ്വേതാ മേനോൻ ഒരു വനിത അമ്മ പോലുള്ളൊരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്താ സംഭവിക്കുന്നതെന്ന് ശരിക്കും പിക്ചർ തെളിയാത്തതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അലാക്കിൻ്റെ അവിലും കഞ്ഞിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകില്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിക്കരുതല്ലോ. കാരണം നേരത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുക്തമാണ് ഒരളവ് വരെയെങ്കിലും, പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ അതിൻ്റെ തലപ്പത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അവരതിനകത്തൊരു വലിയ സമവായം ഉണ്ടാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരു സംഘടനയിലൊന്നും ഇല്ലാത്ത വിധമുള്ള സമവായം ഉണ്ടായിട്ട് ഇതിനെ കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇത്തവണ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാലേ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.